വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡ്രോയിങ് ചാലഞ്ച്. അപ്പം നമ്മളിവിടെ സാധനങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഡ്രോയിങ് ബുക്ക് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. നേരത്തെ ഒരു ബുക്കിലാണ് വരയ്ക്കുന്നത്. ഒരു റബ്ബർ, ഒരു പെൻസില്. അപ്പം പെൻസിൽ ഡ്രോയിങ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. ശരി, കളർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് പെൻസിൽ ഡ്രോയിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ദേ ഗൈസ്, ഞാൻ ഇനി ഒരു പടമാണ് വരയ്ക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബുക്കിൽ നോക്കിയാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ അത് ഇതാണ് എൻ്റെ പിക്ചർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ പടം വരയ്ക്കാൻ പോകുന്ന പിക്ചർ. എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നു ഗൈസ്. ഞാനിതാണ് ഗൈസ് വരയ്ക്കാൻ പോകുന്നത്. നമുക്ക് വരയ്ക്കിലേക്ക് കിടക്കാം. പറയാം, നമ്മളൊരു ബുക്കിൽ. അപ്പോൾ ഗൈസ്, നമുക്ക് വരച്ചു തുടങ്ങാം. അതെ, ഞാൻ നേരത്തെ പടമൊക്കെ വരച്ചത് ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം നമുക്ക് വരയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, അവിടെ ഇരുന്ന് വരയ്ക്കുകയാണ്. ഞാൻ ദേ ഇവിടെ ഇരുന്ന് വരയ്ക്കാൻ തുടങ്ങുകയാണ്. ഒരു പേജ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വരയ്ക്കാൻ തുടങ്ങുകയാണ്. നമുക്ക് വരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ കാണാം. അപ്പം നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടെ ഇരുന്ന് വരയ്ക്കുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഡിൽ ഇരുന്ന് വരയ്ക്കാനാണ് കൂടുതൽ ഇഷ്ടം ഗൈസ്. നമുക്ക് വരയ്ക്കാം. പക്ഷേ ഒരു കാര്യം, ഞങ്ങൾ ഒരു ബുക്കിലാണ് വരയ്ക്കുന്നത്. അപ്പം ഇവളുടെ പിക്ചർ ഇവിടെ, എൻ്റെ പിക്ചർ അവിടെ ആയിപ്പോയി. അപ്പം നമുക്കൊന്ന് മാറാവേ. ഒരു മാറ്റൽ ചടങ്ങ് കഴിഞ്ഞ് കാണാം. ഇപ്പം ശരിയായി. കാരണം 2 പേജായിട്ടല്ലേ നമ്മുടെ ബുക്കിൻ്റെ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റൈറ്റ് പേജ് എനിക്ക് വരയ്ക്കാനുള്ളതാണ്. ഈ ഒരു ലെഫ്റ്റ് പേജ് അവൾക്ക് വരയ്ക്കാനുള്ളതാണ്. അപ്പം അതാണ് നമ്മൾ റബ്ബർ എടുക്കാൻ മറന്നുപോയി. എന്തെങ്കിലും ഒരു കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം തുടച്ചേ പറ്റും. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഞങ്ങൾ വരയ്ക്കുന്നതെല്ലാം കണ്ടോ? നിങ്ങൾക്കറിയാം ഓൾറെഡി വരയ്ക്കുന്നത് ഞങ്ങൾ എന്താണെന്ന്. അപ്പം നിങ്ങൾ ഏതാ നല്ലതെന്ന്. അവൻ ഞങ്ങൾ പിക്ചർ കാണിച്ചപ്പം നിങ്ങളും അതിൻ്റെ കൂടെ ചലഞ്ച് വെച്ചു. 2 പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ചലഞ്ച് വെച്ചു. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ വരച്ചു തുടങ്ങുകയാണ്. റിയലി ഞങ്ങൾക്ക് എന്ത് വരയ്ക്കണം എന്ന് ആദ്യം അറിയത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ തപ്പി നിങ്ങൾ കണ്ടുപിടിച്ചാണ്. കുറേ ബുക്കുകളെല്ലാം എടുത്ത് ഞങ്ങൾ നോക്കി. പിന്നെ അടുത്ത വീഡിയോ എന്തിടണമെന്ന് നിങ്ങൾ പറഞ്ഞില്ല. ഞങ്ങളെല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയാം, പക്ഷെ നിങ്ങളത് പറയത്തില്ല. അതുകൊണ്ട് പറയാൻ ശ്രമിക്കുക അല്ലേ. പിന്നെ കൂടുതലും ഞങ്ങൾക്ക് ഇഷ്ടം ഡേ ഇൻ മൈ ലൈഫ്, ട്രാവലിങ്, അങ്ങനെ കുറേ വീഡിയോസൊക്കെയാണ്. അപ്പം നിങ്ങൾ അതിനനുസരിച്ചുള്ള ഇടുക. ഞാനിവിടെ ഉടുപ്പ് വരച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നീ എന്താ വരയ്ക്കുന്നത്? ഞാനൊരു ബോഡി, ദേഹം ബോഡി വരയ്ക്കുക. ഇങ്ങനെ വരച്ച് ഇത് ഇപ്പൊ ഒന്നും മനസ്സിലാവത്തില്ല. കാണുന്നുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ കുറച്ച് ദൂരമല്ല, എന്ന് വെച്ചാൽ കുറച്ച് മാറിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞാൻ വരയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1, 2, 3, 4, 5, 6 കുട്ടികൾ ഇരുന്ന് എന്തോ ചെയ്യാ. എന്തെടുക്കുക ഇവര്? ഞാൻ 2 കുട്ടികൾ ഓടുന്ന പോലെ. ഇവരെന്തോ കളിക്കുകയാണ് കേട്ടോ. അവള് വരയ്ക്കുന്നത്, ഞാൻ ഓടുവാണ്. ഞാനല്ല, ഇന്നത്തെ ഓടുവാണ്. ഇതിനകത്ത് എന്തോ അല്ല ഓട്ട, ഇവര് പിടിക്കുന്ന കളി എന്തോ എന്നൊരു പേര് പറയല്ലോ. ഓടിച്ചിട്ട് പിടിക്കുന്ന പറയുന്നൊരു കളിയുണ്ട്. അതാണെന്ന് തോന്നുന്നു വയസ്സ് കളിക്കുന്നത്. നമുക്കറിഞ്ഞൂടാ. അപ്പം ഈ ഡിസൈൻ തന്നെ ഞാൻ പാവാടക്കൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല എന്തോ ആവും. നമുക്ക് വേണേൽ വേറെ ഡിസൈൻ കൊടുക്കാം, പക്ഷെ നമ്മൾ തെറ്റുമോന്ന്. അതെ, പിന്നെ നമ്മൾ വരച്ച കുളമായി പോകുന്നൊരു. നമ്മൾ വരച്ചിട്ട് പിന്നെ കുളവാക്ക, ആ പിക്ചറൂടെ നമ്മൾ കുളവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം.
പാവാട വരച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ആ ഒരു കോട്ട് ഉടുപ്പ് പോലത്തെ വരയ്ക്കാം. ഞങ്ങൾ നേരത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആരും ഇങ്ങനെ ഞങ്ങൾ വീഡിയോ ഇടുന്നതിനൊക്കെ മുമ്പ് ആരും ഇങ്ങനെ ഏതാ നല്ലത് അങ്ങനെ പറയുമ്പോൾ രണ്ടും നല്ല. അപ്പം ഞങ്ങൾ രണ്ടും വഴക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഗൈസ്. അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് പറയണം, ഏതാ ഇഷ്ടപ്പെട്ട ഏതാ കൊള്ളാത്തേന്നല്ല, കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. അതെ, രണ്ടുപേരും ഇഷ്ടപ്പെട്ട അങ്ങനെ അല്ലേ? അതെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങനെ പറയുന്നോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് വിഷമാവെന്നും പറഞ്ഞ ആരും അങ്ങനെ പറയാതിരിക്കരുതല്ലേ. ഞാൻ കൈ വരച്ചു, ഒരു കൈ വരച്ചു. ഫ്രണ്ട്സ്, എൻ്റെ കുട്ടിയെ കണ്ട് അവള് കുത്തിയിരിക്കുകയാണ് ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ്. കുത്തിയിരിക്കുകയാണെന്ന് ഒരു തോന്നുന്നു. കൊച്ചിനെ വരച്ചു ഞാനിവിടെ. ഒരു കൊച്ചിന്റെ പാവാടെ അതിന്റെ ആ കോട്ട് പോലത്തെ ആ ഒരു ഭാഗം വരച്ചു. നോക്കി, കുത്തിക്കുത്താന രസമുണ്ട് കേട്ടോ. അവരിങ്ങനത്തെ കളിയാണ് അക്കുത്തിക്കുത്താന. ചക്കുത്തിക്കുത്താന ഓരോ കല്ലിക്കുത്ത് കരിങ്കുത്ത് അതാന്ന് തോന്നുന്നു കളിക്കുന്നേ. അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും അവര് കളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൈ ഇടിക്കുന്നത് പോലാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് കുത്തിക്കുത്താന കളിക്കുന്നത്. അതായിരിക്കും ചിലപ്പം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കുട്ടി ഇതാണ് ഗൈസ്. ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പൊ ആ കുട്ടിയെ തന്നെ ഞാൻ ആദ്യം എടുത്ത് വരച്ചു ഗൈസ്. പിന്നെ ഒരു ബോയിയെ ആണ് ഇവിടെ ഇരിക്കുന്നത്. ആ ബോയിയെ വരയ്ക്കാൻ കുറച്ച് കഷ്ടമാണ് ഗൈസ്. കാരണം നമ്മളെ മുടിയൊക്കെ നമ്മളെപ്പോഴും നീളത്തിലെ വരച്ചേ, നമുക്കങ്ങനെ ഒരു ഇതില്ല. എന്നാലും നമ്മൾ വരച്ച് നോക്കാം. എനിക്ക് തുമ്മൽ പിടിച്ചു ഗൈസ് പെട്ടെന്ന്. അതങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ഇതിന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വരാൻ എനിക്കും അങ്ങനെയാണ് പാരമ്പര്യം. ശരിയാ. അപ്പൊ ഒരു കൈ ഞാൻ വരച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ കൈ വരയ്ക്കാം. അയ്യോ, ഒരു കൈ വണ്ണമുള്ളൂ, ഒരു കൈ വണ്ണം ഇല്ലാത്തതുമാണ് കേട്ടോ. അത് എൻ്റെ കുഴപ്പമല്ല, ഈ പിക്ചറിന്റെ കുഴപ്പമാണ്. അത് കാരണം കഴിച്ച് ഇവരിങ്ങനെ പുറമോട്ട് ഇങ്ങനെ കൈ വെച്ചപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ തിരിയുമ്പോഴേ അത് കുറച്ച് വണ്ണം പോലെ നമുക്ക് തോന്നിക്കും. അതുകൊണ്ടായിരിക്കാം അല്ലേ? അല്ലെങ്കിൽ കൈക്ക് വല്ല പ്രശ്നം കാണും. ഫ്രണ്ട്സ്, ഞാനങ്ങനെ ആ ബോയിയുടെ ഒരു ഹെയർ ഇങ്ങനെ സെറ്റ് ചെയ്തു. എനിക്ക് കൈയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കാരണം അതെന്തോ പോലെ ഇരിക്കുന്നു. എനിക്ക് ഈ ബോയിയുടെ ഹെയർ അങ്ങോട്ട് ശരിയാകുന്നില്ല ഗൈസ്. എന്തോ ഒരുമാതിരി കാഴ്ചയൊക്കെ എടുത്ത് വളയുന്ന കൊണ്ട്. ഇവര് കണ്ണുകെട്ടിക്കളിയാണ് ഇവര്. കണ്ണുകെട്ടിക്കളിയാണ് ഗൈസ് കളിക്കുന്നത്. ഗൈസ്, ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്നും പറയില്ലേ ഈ കാലിന്റെ കണ്ടിട്ട്. എനിക്കത് വരയ്ക്കാൻ ഒക്കുന്നില്ല. പിന്നെ എനിക്ക് വരയ്ക്കാൻ പറ്റുന്ന പോലൊക്കെ ഞാൻ വരച്ചു വെച്ചു. നമുക്ക് ഗൈസ് പറ്റുന്ന പോലെ നമ്മള് വരയ്ക്കുന്നു, നമ്മൾ ട്രൈ ചെയ്തു. അതെ, ഈ ചെറുക്കൻ തിരിഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്കത് വരയ്ക്കാൻ പറ്റുന്നത് ഞാൻ നേരെ തന്നെയാണ് ഗൈസ് വരയ്ക്കുന്നത്. അല്ലെങ്കിൽ എന്തുമായാലും കുളമാവുമെന്ന് എനിക്കറിയാം. ഒരു ഓടുന്ന കൊച്ചാണ്, പക്ഷെ ഇത് നിൽക്കുന്ന കൊച്ചു പോലാണ് എനിക്കിപ്പോ തോന്നുന്നത്. വലിയ തലയും കൊച്ചിടും. ഗൈസ്, അതൊരു മിസ്റ്റേക്ക് വന്നതാണ്. നമ്മൾ കൈ വരയ്ക്കുമ്പോൾ അത് തെറ്റും ഗൈസ്. ഞാൻ വട്ടം വരച്ചാണ്. ഞാൻ ഇവിടെ നോക്കിയിരുന്നപ്പം ഒരു പൂവായി പോയി. ഈ ചെറുക്കൻ എന്താ ഈ ചമ്പ്രം പൊട്ടിരിക്കും. എന്താ പറയുക, ചമ്പ്രം മടങ്ങി. നമ്മളങ്ങനെ വരച്ച് തീരാറായി. ഞാൻ തീരാറായി. എനിക്ക് പിന്നെ 2-3 പിള്ളേരുള്ളതുകൊണ്ട് രണ്ടുപേർക്കും കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേനും എന്നാലും അല്ലേ നമ്മളല്ലേ ആള്. എനിക്ക് ഭയങ്കര മൂക്കൊലിപ്പാണ്. എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിക്കാൻ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമില്ല. നിങ്ങൾ കൊണ്ടുവന്ന് കമന്റ് ചെയ്യണേ. ഇത്രയും നേരമില്ലായിരുന്നു ഇപ്പൊ വന്നേ. ഈ ചെറുക്കൻ എന്താണ് കുനിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നല്ലേ.
രണ്ട് കാലം നമ്മൾ വരച്ച് വന്നപ്പോഴത്തേനും കേസ് എന്തോ ഒന്ന് പോലെ എനിക്ക് കാലില്ലാത്ത ആൾക്കാരെ പോലെ ഇരിക്കുന്ന പോലെ തോന്നി കേസ്. അവിടത്തെ കൈയോടെ നമുക്ക് വരച്ചെടുക്കും. എന്താ കുത്തിക്കുത്താനോനുമ്പ് കളിക്കുമ്പോൾ കൈ ഇങ്ങനെ നീട്ടി വെച്ച് ഇങ്ങനെ കൊടുക്കത്തില്ല. അത് ഞങ്ങളൊക്കെ കൊണ്ട് കളിക്കായിരുന്നു അല്ലേ. വഴക്കിട്ട് ഇപ്പോഴും കളിക്കും പിരിയും കേസ്. വഴക്കിട്ടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി പിരി അല്ലേ. ഞാൻ നിന്നോട് മിണ്ടത്തില്ലേ പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷെ പിറ്റേ ദിവസമല്ല അന്ന് തന്നെ ഞങ്ങൾ വീണ്ടും മിണ്ടി ഇങ്ങനായി തല എന്തോ പോലെ ഉണ്ടെങ്കിൽ എനിക്ക് ശരിക്കും ഇത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിലെനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ഒരു തലയും കാലുമാണ്. നമ്മളിപ്പോൾ 2 ചെവിയും വരച്ചു. എല്ലാ കുട്ടികളും ചമ്പ്രം പടഞ്ഞാണ് ഇങ്ങനെയല്ലേ പറയുന്നത്. ചമ്പ്രം പടഞ്ഞ് ഇരിക്കുകയാണ് നമ്മൾ. അതിൻ്റെ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ആരും കണ്ടിട്ട് കാലൊടിഞ്ഞ കുട്ടികൾ എന്നൊന്നും പറയരുതേ. നമ്മളെ കൊണ്ടൊരു പറ്റുന്ന രീതിയിൽ നമ്മൾ വരച്ചു. ഞാൻ ദേ ഇവിടെ പെങ്കൊച്ചിനെ വരച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. 6ൽ ഒരാളുടെ ഫേസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ഇത്രയും ഭാഗമേ ആളുടെ ഉള്ളു, അത്രയും തന്നെ ഇല്ല, അച്ഛനൊരു ഒരു ഭാഗമേ ഉള്ളൂ. കണ്ണും കണ്ടോ, ഐബ്രോ. അപ്പോൾ ഒരാളെ ഞങ്ങൾ വരയ്ക്കുന്നില്ല, അല്ല അവള് വരയ്ക്കുന്നില്ല, ഞാൻ വരയ്ക്കുന്നില്ല. എനിക്ക് കേസ് ഞാൻ ആദ്യം രണ്ടാമത് വരച്ച ആ ചെറുക്കൻ്റെ മുഖം അങ്ങോട്ട് ശരിയാകുന്നില്ല. എന്നിട്ട് ഒരുമാതിരി കഷണ്ടി അടിച്ച പോലെ ഞാനത് കുറച്ചൊന്ന് ശരിയാക്കി വിട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് എൻ്റെ പെങ്കൊച്ച്. കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇന്നലെ കാണിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ പെങ്കൊച്ച്. ഞാൻ ചെറുക്കനെയും കൂടെ ആൾക്കാരെ വരച്ചു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മളപ്പോ ഇങ്ങനെ ഒരു സെറ്റിലാക്കി വെച്ചു. എനിക്കറിയത്തില്ല ഇത് നല്ലതാണോ എന്ന്. കണ്ടിട്ട് ഒരുപോലെ ഇരിക്കുന്നു. ആ ചെറുക്കനെയും കൂടെ വരയ്ക്കാം. എനിക്കെന്താ ഈ ചെറുക്കൻ്റെ റൗണ്ട് ഷേപ്പിൽ ഒരു തല ഇരിക്കുന്നുണ്ടാവും. നല്ലൊരു രസമാണ് ആ ചെറുക്കനെ. ചെറുക്കന്മാരിൽ എനിക്ക് ആ ഒരു ചെറുക്കനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം നല്ല നല്ല ഒരു ബോഡി, നല്ലൊരു ഡ്രസ്സപ്പൊക്കെ നല്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് ഈ ഒരു ഗേളിനെ, പിന്നെ ലാസ്റ്റ് ഞാൻ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഗേളിനെ ഞാൻ വരച്ചത്. ഏതാ ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത്? ഇത് എനിക്ക് ഇതിന് ഇഷ്ടപ്പെട്ടത്. ഞങ്ങളപ്പോൾ കാണിച്ചു തരാം ലാസ്റ്റ്. ഞങ്ങൾക്ക് 2 പേർക്കും അതിനകത്ത് അവളെ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ഗൈസ് നമ്മളൊരു പിക്ചറിൽ കണ്ടത് ആരോ വരച്ചതാണ്. ആരാ വരച്ചത് അറിയത്തില്ല. നിങ്ങൾ നൊണ്ടിക്കളി എന്ന് പറയുന്ന കളി കളിച്ചിട്ടുണ്ടോ? കേൾക്കുമ്പോൾ തന്നെ ഒരു ചിരി വരുന്നത്. അത് നമുക്ക് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ പോയി ഒരു മീൻ പോയി, അങ്ങനെയാണ് ചിലരും പറയുന്നത്. നൊണ്ടിക്കളി എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. നാരങ്ങ പാല്, അങ്ങനെയൊക്കെ പല കളികളുണ്ട് ഗൈസ്. കുറെ കളികളുണ്ട്. എന്തോ ഒളിച്ച് കളി, അമ്മാനക്കളി, ഇതൊക്കെ കളിയല്ലേ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ കളികളൊക്കെ ഇതിനകത്തുണ്ട് ഗൈസ്. നിങ്ങൾ ഈ കളിയൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്ന് പറയണേ. ഇവളിപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ആ സമയം നോക്കി ഞങ്ങൾ വീഡിയോ എടുക്കുക. ശരി, അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് അങ്ങനെ പതിവില്ലല്ലേ. ഇടയ്ക്കൊക്കെ എന്നാലും ഞാൻ വരും ഗൈസ് ഇങ്ങോട്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കേ. നമ്മൾ വീഡിയോ എടുക്കാൻ അല്ല, അങ്ങനായിട്ടല്ല നമ്മൾ വരുന്നത്. എന്തിനും എല്ലാത്തിനും നമ്മൾ വരും ഗൈസ്. എനിക്ക് ചെറുക്കൻ്റെ കൈ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ പെണ്ണിൻ്റെ കൈ നല്ല സൂപ്പറായിട്ടുണ്ട്. ശരിയാ, ചെറുക്കൻ ഇങ്ങോട്ട് കുറച്ച് പശപ്പശകുണ്ടല്ലേ. നമ്മുടെ ഈ ചെറുക്കന് പൂച്ചെല്ലാം മുട്ടിങ്ങനെ പൊങ്ങിയിരിക്കുന്ന സാധനമില്ലേ, അത് നമുക്ക് വരയ്ക്കാൻ കുറച്ച് പാടുപെട്ട് ഗൈസ്. എങ്കിലും നമ്മൾ ആ പാൻ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് വരച്ച് എന്തായാലും പറ്റും. അയ്യോ
അപ്പോൾ ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എൻ്റെ അനിയത്തി TV കാണുന്നതാണ്. ഒരു TV ഫാനാണല്ലേ. അപ്പം നമ്മളിപ്പോൾ TV ഒന്നടങ്ങി ഈ വീഡിയോയുടെ അടുത്തോട്ട് വരെ ഇരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് TV വെച്ച് കൊടുത്തല്ലേ കരയും ഗൈസ്. അല്ല, അവള് തന്നെ പറഞ്ഞു എണ്ണീറ്റപ്പോഴേ ഉറങ്ങുമായിരുന്നു. അപ്പം എണ്ണീറ്റപ്പോഴേ ഉറങ്ങുമായിരുന്നെങ്കിൽ നമുക്കിത് എളുപ്പമായിരുന്നു ഗൈസ്. അല്ല എളുപ്പമല്ല, എളുപ്പമായിരുന്നു. കാരണം സൗണ്ട് കേൾക്കത്തില്ല. പിന്നെ മാത്രമല്ല ഒരു പ്രശ്നമുണ്ട്, അവളിവിടെ കിടക്കും ഗൈസ്. അപ്പം നമ്മൾ വെളിയിലോ വെള്ളം ഇരുന്ന് എടുക്കണമല്ലേ. വണ്ടിയുടെ എല്ലാം സൗണ്ട് കടയിൽ TV കാണുന്നു. ശരിയാ ഗൈസ്. കൈ ഒടിഞ്ഞു ഇങ്ങനെ എന്റെ കാലും ഉണ്ട് ഒരുമാതിരി എന്തോ കഴിഞ്ഞെന്ന് പറയുന്നത് ഒടിഞ്ഞിരിക്കുന്ന പോലെ തോന്നിക്കും ഗൈസ്. ഇവര് എന്തുവാ കുത്തിക്കുത്താനെ വരുമ്പോൾ കളിക്കുമ്പോൾ കൈ എല്ലാവരും ഇങ്ങനെ വെച്ചിരിക്കണം. അപ്പം നമുക്ക് വരയ്ക്കാൻ ചെറിയ പാടുണ്ട്. എനിക്കിഷ്ടമുള്ള കൊച്ചാണ് ഇങ്ങനെ എണ്ണുന്നതേ. അപ്പം ആ കൊച്ചിന് മാത്രം നമുക്കിങ്ങനെ എന്താ ചുരുട്ടി പിടിച്ച കൈയിരിക്കും ഗൈസ്. ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഇതിൽ പക്ഷേ നല്ല ക്യൂട്ടാണ് ചെറുക്കൻ. പക്ഷെ ഞാൻ വരച്ചതിൻ്റെ പ്രശ്നമാണോ തോന്നുന്നല്ലേ. പക്ഷെ എനിക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടു. ഒരു ചെറുക്കൻ നല്ലതാണ് കേട്ടോ. എനിക്കൊരു ചെറുക്കനാണ് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ നിങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു കാർട്ടൂണാണ്. അത് ഏതാണ് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കമന്റ് ചെയ്യണം. അതൊരു എന്താ പറയുക, ഒരു കാർട്ടൂൺ പോലെ. നമ്മളിപ്പം യൂട്യൂബ് TV ആയതുകൊണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം. വഴക്കില്ലാതെ അവിടെ ഇരുന്നോളും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഹൈരി അതാണ് ഗൈസ് എൻ്റെ വീക്കെൻഡ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ. പണ്ടൊക്കെ ഞങ്ങൾ എന്തോരം കണ്ടിട്ടുണ്ടെന്ന് അറിയാം ഗൈസ്. പിന്നെ മെയിനായിട്ട് ഡോറയായിരുന്നല്ലോ. ഇപ്പൊ എനിക്ക് ഡോറ ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഇതെന്തോ കൂടുതലും മോഷ്ടിക്കാൻ വരുന്നു. നല്ല രസമായിരുന്നു ഗൈസ്. പണ്ടൊക്കെയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ടിങ്ങനെ ഇരുന്ന് പോകും ഗൈസ്. അങ്ങോട്ട് ചെറുക്കൻ്റെ എനിക്ക് ചെറുക്കൻ്റെ കൈയാണ് ഇഷ്ടപ്പെടാത്തത്. എന്ത് കുട്ടിങ്ങി എനിക്ക് ആ പെണ്ണിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലൊക്കെ തന്നെ ഉണ്ട് ഗൈസ്. ഇങ്ങനെ ഓടുവാണോ നടക്കുവാണോ അത് ഓടുവാൻ തോന്നുന്നു. പക്ഷെ കണ്ണുകെട്ടിക്കളിയാണ്. അപ്പൊ പക്ഷെ കണ്ണ് കെട്ടിയിട്ടില്ല അവര്. നമ്മളൊക്കെ കണ്ണുകെട്ടി കളി എന്ന് പറയുമ്പോൾ കണ്ണിങ്ങനെ കെട്ടി കെട്ടി നമ്മൾ കണ്ട. പക്ഷെ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുമായിരുന്നു ഗൈസ് പണ്ട്. ഇങ്ങനെ അന്നേരം ഇടിക്കാൻ വരുമ്പോൾ നമ്മളിങ്ങനെ കൈ കൊട്ടി ഇങ്ങനെ ആക്കും ഗൈസ്. അപ്പം ആരും അങ്ങനെ ഇടിക്കത്തില്ല ഗൈസ്. മുഖം വരയ്ക്കാൻ ചെറിയൊരു ടാസ്ക് ഉണ്ട് ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിൻ്റെ അലയൊക്കെ കേൾക്കാൻ ഗൈസ്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണല്ലേ, സ്വാഭാവികമാണ്. എല്ലാ വീഡിയോയിലും ചിലപ്പോൾ കേൾക്കുന്നതായിരിക്കും. പിന്നെ ഞങ്ങളെന്താ കുഞ്ഞിനെ കൂട്ടായെന്ന് വെച്ചാൽ അവളെ കൂടുതൽ നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യത്തില്ല. ഒന്നാമത്തെ കാര്യം അവള് ഓടിയൊന്ന് പോകും. ഈ ഒരു കാര്യങ്ങളിലൊന്നും കുറച്ച് വലുതാകട്ടെ എന്ന് കരുതി അല്ലേ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് എൻ്റെ ഒരെണ്ണം സെറ്റായിട്ട് വരുന്നുണ്ട് ഗൈസ്. ഗൈസ്, എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചെറുക്കൻ ഇതാണ്. ഇത് അവളുടെയാണ്. ഈ ചെറുക്കനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ പെണ്ണിൽ എനിക്ക് എല്ലാ പെണ്ണിനും ഏകദേശം ഇഷ്ടപ്പെട്ടു. എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ആണിനെ എന്തോ കൈ എന്തോ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ. എനിക്ക് അതുപോലെ ഈ ഒരു ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ. ചെറുക്കൻ എന്തോ ഒരു കുറവുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മളപ്പം ഇങ്ങനെ തറയിലാണ് കേസ്. അപ്പം അവരിയ്ക്കണത്. അവർ തറയിലാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു ഇതിലാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായാലും ഞാൻ ഇങ്ങനൊരു അതിൽ കൊടുത്തിരിക്കുന്നതെന്നാണ്. പക്ഷെ എന്തുവാന്ന് എനിക്ക് അങ്ങോട്ട് അല്ല മനസ്സിലാകുന്നില്ല. ഉണ്ടോ ഇങ്ങനൊരു ഇത് കണ്ടോ, ഇവിടെ ഇരിക്കുന്ന ഒരു ബ്ലാക്കിഷ് ഒരു സംഭവത്തിലാണ്. അതുപോലെ ചെറുതായിട്ടൊക്കെ നമുക്ക് ബ്ലാക്കിഷ് ഒക്കെ കൊടുക്കാം മിസ്. ഈ ഹെയറിൻ്റെ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ പിന്നെ താഴോട്ടില്ലല്ലോ. അപ്പം പെൺകുട്ടിയുടെ ഇങ്ങനെ കിടക്കുമ്പം നമുക്കത് ബ്ലാക്കിഷ് പെൻസിൽ വെച്ച് കൊടുക്കുമ്പോഴേ നമ്മൾ ഹെയറിൻ്റെ കൂടെ അങ്ങ് ആയിപ്പോൾ വൃത്തികേടല്ലേ. അപ്പം
ഞാൻ വിചാരിച്ചു കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കൊടുക്കാമെന്ന്. മീൻസ് നമ്മളിങ്ങനെ വരച്ച് വരച്ച് വരുന്നില്ലേ, അതിൻ്റെ ഒരു സൈഡിലായിട്ടൊക്കെ കുറച്ച് കുറച്ച് എടുത്ത് നല്ല ക്യൂട്ടായിട്ട് കാണത്തില്ലേ. പിന്നെ ഞങ്ങൾക്ക് ഈ ക്യൂട്ട് ഐറ്റംസ് ഒക്കെ അങ്ങ് ബോധിച്ചങ്ങ് പോകും ഗൈസ്. എന്തെങ്കിലും ഒന്ന് കണ്ട എടാ എന്ത് ക്യൂട്ടല്ലേ. ഞാൻ ഇനി ഒരു പിക്ചർ സജസ്റ്റ് ചെയ്യാൻ കാരണം ഞാൻ ആ ഒറ്റ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടാണ് ഗൈസ്. ഇല്ലെങ്കിൽ ഞാനത് സജസ്റ്റ് ചെയ്തില്ലായിരുന്നു. ചേച്ചിക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടോ? അല്ല, എനിക്കിത് കണ്ടപ്പോൾ ക്യൂട്ടായിട്ട് തോന്നി. ഇവരിങ്ങനെ ഒളിച്ചുകളി അല്ല കൺവെട്ടിക്കളിയൊക്കെ കളിക്കുമ്പോൾ രസമില്ലേ. ഇതിന് മണ്ടയിൽ ഒളിച്ചുകളി എന്ന് പറയുന്നൊരു കളിയുണ്ട് ഗൈസ്. ഇത് കുട്ടികളിൽ ഒരാളോട് ഒരു മരച്ചവിട്ടിൽ കണ്ണടച്ച് വരുന്ന ഉച്ചത്തിൽ എണ്ണാൻ ആവശ്യപ്പെടുക, എന്താ പറഞ്ഞിട്ട് എന്തോ അമ്മാനക്കളി എന്ന് പറയുന്നൊരു കളി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. അതെന്താ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ഇടുക ഗൈസ്. പിന്നെ കുറേ പേര് ഞങ്ങളോട് നെയിം മീറ്റിംഗ് ചലഞ്ച് ആണ് ചെയ്യാൻ പറയുന്നത്. കുറേ പേര് നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യാനാണ് പറഞ്ഞ ഒരാൾ ആദ്യം അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു വീഡിയോയിൽ ഇഷാനി എന്ന് പറയുന്ന ഒരാൾ അത് നമ്മൾ ചെയ്തിട്ടില്ല. ഉടനെ ആയിരിക്കും. എൻ്റെ ഒരു റിലേറ്റീവാണ്. അവളിങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് എന്നോട് പറഞ്ഞു പൊന്നു എന്നുള്ളൊരു പേര് ചെയ്യുന്നു. നമ്മളെല്ലാവരുടെയും ചെയ്യുന്നതായിരിക്കും, പറയുന്നവരെല്ലാം ചെയ്യുന്നതായിരിക്കും. നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇപ്പം ഈ ഒരു വീഡിയോയ്ക്ക് എത്ര ഒരു 10 അല്ല ഒരു എത്ര കമന്റോ സബ്സ്ക്രൈബേഴ്സ് വീഡിയോക്ക് അല്ല ഈ ഒരു വീഡിയോയ്ക്ക് എത്ര ലൈക്കാ? ഒരു 30. ഓക്കെ, 20 കൂടുതൽ ലൈക്കോ കിട്ടിയാൽ ഉറപ്പായും എന്താ ഞങ്ങളെ നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യും. മാത്രമല്ല നിങ്ങൾ പറയുന്നതല്ല ഞങ്ങൾ ചെയ്യും. എന്നുവെച്ചാൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് മാത്രമേ പറയാവൂ. അതെ, അപ്പം ഞങ്ങൾ ചെയ്യും. നിങ്ങൾ പറയുന്ന എന്താണോ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറ്റിയത് വേണം. എന്താണോ നിങ്ങൾ പറയുന്നത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പലരും കാണുന്നുണ്ട്. 20 കൂടുതൽ ലൈക്കും കിട്ടിയ അല്ല 20 ലൈക്ക് കിട്ടിയാൽ ഞങ്ങൾ ഉറപ്പായും മീറ്റിംഗ് ചലഞ്ച് ചെയ്യും. പിന്നെ നിങ്ങൾ ഓരോ വീഡിയോയുടെ താഴെയും ഓരോ എന്താ പറയുക വീഡിയോസ് ഇടാൻ പറഞ്ഞ് ഞങ്ങൾ ഉറപ്പായും അത് ചെയ്യുന്നത്. അതുപോലെ എല്ലാവരും എന്തൊക്കെ വീഡിയോസ് വേണമെന്ന് കമന്റ് ചെയ്യും. നമുക്ക് ടെൻഷനാണ് ഏത് വീഡിയോ ഇടണം, എങ്ങനത്തെ വീഡിയോ ഇടണം. അപ്പം നിങ്ങളത് പറയുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലേ. നമ്മൾ ചന്ദ്രാമേക്കവർ ഒരാൾ പറഞ്ഞിട്ടാണ്, ആദ്യമാണ് പറയുന്നൊരു ടോപ്പ് കമൻറ്റർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തത് സത്യം പറഞ്ഞാൽ. പിന്നെ നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യണം നിങ്ങൾ എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ അങ്ങനെ പറയാൻ കാരണം ഞങ്ങൾക്ക് എത്ര വീഡിയോ ഇടണം എന്ന് സത്യത്തിൽ ഒരു കൺഫ്യൂഷനാണ്. നമ്മളെ കുറേ നേരം ഇങ്ങനെ സംസാരിക്കുമല്ലോ, നമ്മളിങ്ങനെ ഇത് കാണുന്നവർ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ പോകരുത്. കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഓരോ വീഡിയോക്കും സബ്സ്ക്രൈബ് ചെയ്യല്ല, നമ്മുടെ മെയിൻ ചാനലിൽ കയറി അതിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞങ്ങളുടെ മെയിനായിട്ട് ഞങ്ങളുടെ യൂട്യൂബിൽ കമൻറ്റും എല്ലാം കാണുന്നതെന്ന് പറഞ്ഞിട്ട് ഉത്തരചേരിയിലെ ഒരു കൂട്ടുകാരിയാണ്. മെസ്മിൻ എന്നാണ് പേര്. മെസ്മിൻ സജി എന്നാണ് പേര്. നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇടും. നമുക്ക് എന്താ ചെയ്യണത് ഒരുപാട് നന്ദി ഞങ്ങൾ പറയുന്നത് അല്ലേ. അതെ, കാരണം ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും എന്തെങ്കിലും ഒരു ഹാർട്ട് അല്ലെങ്കിൽ ഒരു ഇമോജി എല്ലാ വീഡിയോസിലും ഇപ്പം നമുക്ക് എടുത്തു നോക്കിയാൽ എന്തെങ്കിലും ഒരെണ്ണം ഗണേഷ്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഐസ ചേച്ചി. എൻ്റെ ട്വിൻസ് പിള്ളേരെല്ലാം ഉണ്ടല്ലേ. അവർ 4 പേരാണ്. 2 പേര് ട്വിൻസും അല്ലാതെ ഒരാളാണ്. ക്ലാസ്സിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്. അന്നേരം ഞാനിങ്ങനെ 1ാം ക്ലാസ്സിൽ ഞാൻ ആദ്യം ചെന്നപ്പോൾ പേര് നോക്കാൻ എന്നെ വിളിച്ചു. അന്നേരം കുട്ടി എങ്ങനെ നോക്കി അന്തം വിട്ടിരിക്കും. ഞാൻ ചോദിച്ചു എന്തോ പറ്റി. അപ്പം ഇങ്ങനെ എന്തോ അവർ രണ്ടും ട്വിൻസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അങ്ങനെ ഞാൻ ചോദിച്ചു നിങ്ങൾ ട്വിൻസാണ്, ഞങ്ങളുടെ ക്ലാസ്സിലെ
എൻ്റെ ക്ലാസ്സിലൊരു ട്വിൻസ് പിള്ളേരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അവരെ പോലെ തന്നെയാണ് ഗൈസ്. അവൻ ഞാൻ അങ്ങനെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു നല്ല ക്യൂട്ടാണ് ഗൈസ്. ഇപ്പം എപ്പോൾ കണ്ടത് എന്നെ ടാറ്റ ഹായ് നിങ്ങളൊക്കെ ഒന്ന് പറയും ഗൈസ്. അങ്ങനത്തെ കുട്ടികളൊക്കെ ഒത്തിരി ഇഷ്ടമല്ലേ ഫ്രണ്ട്സ്. എൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. എൻ്റെയും കഴിഞ്ഞു ഗൈസ്. ഫ്രണ്ട്സ് ഞാൻ അടുത്ത് വന്നൊന്ന് കാണിച്ചു തരാം ഗൈസ്. എൻ്റെ നിങ്ങൾ കണ്ടിട്ട് ഒന്നും വിചാരിക്കരുത്. ഞാൻ എന്തുവാ ഇതല്ലേ നമ്മുടെ പിക്ചർ ഇതാണ്. നമ്മൾ വരച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഈ ഒരു കുട്ടിയാണ് ഗൈസ്. നല്ല ക്യൂട്ടായിട്ടില്ലേ? നിങ്ങൾക്ക് ഏത് കുട്ടിയാണ് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറ. ഉത്തരശേഷിയിൽ ഈ കുട്ടിയാണ് ഗൈസ് ഇഷ്ടപ്പെട്ടത്. ഞാനപ്പം വരച്ചതിൽ ആദ്യം വരച്ചത് ദാ ഗൈസ് ഈ കുട്ടിയാണ്. അതെനിക്കിഷ്ടമുള്ള ഞാനിപ്പോൾ പറഞ്ഞ ആ കുട്ടി തന്നെയാണ് ഗൈസ്. അപ്പം നമ്മളിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ കൊടുത്തിട്ട് നല്ല ക്യൂട്ടാക്കി വരച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ദേ ഗൈസ് ഞാനിവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ പിക്ചർ. അപ്പോൾ ഞാൻ വരച്ചത് ഇതാണ്. ഞാൻ ഏതാ നോക്കി വരച്ചതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. അപ്പോൾ ദേ ഗൈസ് ഈ ഒരു പിക്ചറായിരുന്നു എനിക്ക് വരയ്ക്കാനുള്ളത്. ഞാൻ പരമാവധി ശ്രമിച്ചു. നമുക്ക് രണ്ടുപേർക്കും പറ്റുന്ന പോലെ നമ്മൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ക്ഷമിക്കണം. അപ്പോൾ ഈ ഒരു പിക്ചറായിരുന്നു. ഞാനൊരു സാധനം എടുത്ത് കാണിക്കുകയാണ്. കാരണം അത്ര എനിക്ക് ഉച്ചത് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നല്ല ക്യൂട്ടാണ് ഗൈസ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരച്ചാണ് ഫ്രണ്ട്സ് ഇത് ഞാൻ പിന്നെ ആദ്യ എന്ന് പറയുന്ന ഒരാൾ. ഞങ്ങൾ അക്കൂന്നാണ് മെയിൻ വിളിക്കുന്നത്. ഞാൻ ഇതാണ് വരച്ചത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുക. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് വരച്ചു. ഇതാണ് നടുക്കിരിക്കുന്നതാണ് ഗൈസ് ചേച്ചി. ഈ കിടക്കുന്നതാണ് ഗൈസ് ഞാൻ. ഇത് ഞങ്ങൾ ആദ്യ എന്ന് പറയുന്ന അക്കു. ഞങ്ങൾ മൂന്നും ബെസ്റ്റീസ്. ഫോണിൽ നോക്കി വരച്ചാണ്. നല്ല ക്യൂട്ടായിട്ടില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടാൻ നടുക്കത്തെ ആളാണ്. അതാണ് ഞാൻ. അപ്പോൾ ഞാൻ വരച്ച ഇതാണ്. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറയണേ. അപ്പോൾ ദേ ഗൈസ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പിക്ചർ ഇതാണ്. ഇവളുടേത് എൻ്റേത്. ഇതിലേതാണ് നല്ലതെന്ന് നിങ്ങൾ പറ. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ 20 കൂടുതൽ ലൈക്കോ അല്ലെ 20 ലൈക്കോ ആയാൽ ഞാൻ മീറ്റിംഗ് ചലഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ പറയുന്ന വീഡിയോസ് ചെയ്യുന്നതായിരിക്കുമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ ബൈ, സീ യു.